വീട് റബ്ബർ കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ മുറ്റം അടിച്ചു വരുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമുക്ക് ടെറസ് വൃത്തിയാക്കലും. പണ്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അമ്മയാണ് കേട്ടോ മിക്കവാറും ചെയ്യാറുള്ളത്. പക്ഷേ ഈ മഴക്കാലങ്ങളിൽ അതുപോലെ തന്നെ അമ്മ ടെറസിൻ്റെ മുകളിൽ കയറി വൃത്തിയാക്കി എന്നൊക്കെ പറയുന്ന ടൈമിൽ എനിക്കിവിടെ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ നമുക്കിവിടെ ക്ലീൻ ചെയ്യാനുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കാറുണ്ട് ഫോൺ ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഇത്തവണ പോയപ്പോൾ മെയിനായിട്ട് ഞാൻ പ്രയോറിറ്റി കൊടുത്തത് ഈ ക്ലീനിങ്ങിന് തന്നെയാണ്. മാങ്ങാക്കാലത്ത് വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ അമ്മ അത്യാവശ്യം നല്ല രീതിക്ക് മാങ്ങാത്തര ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഷീറ്റിലാണ് കേട്ടോ ഇത് പരത്തിയെടുക്കാറുള്ളത്. ഇത്തവണ അമ്മ പ്ലേറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ടേസ്റ്റിനൊന്നും കുറവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീടൊരു കാട്ടുമുക്കിലായതുകൊണ്ട് തന്നെ അവിടെ വന്നു പോകുന്നവർ മിക്കവാറും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അവിടെ സമയം പോവുക, എന്താ നിങ്ങൾ ഇത്ര നേരം ചെയ്യുക എന്നുള്ളതൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് സമയം തികയാത്ത പോലെയാണ് കേട്ടോ തോന്നാറുള്ളത്. റിലേറ്റീവ്സിൻ്റെ വീടൊക്കെ അടുത്തുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് തന്നെ പോവും ഒരു 4-5 തവണ. പിന്നെ അതേ കഴിക്കാനുള്ളതും അതുപോലെ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ പെറുക്കി നടക്കുക, അതൊക്കെ ഉണ്ടാക്കുക, അതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ പണി ഉണ്ടാവുക. പിന്നെ സമ്മർ വെക്കേഷൻസിലൊക്കെ എന്തായാലും മുല്ലപ്പൂ ഉണ്ടാവും. അപ്പോൾ രാത്രി നമ്മൾ TV കാണുന്നതിൻ്റെ കൂടെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പണി ഇതായിരിക്കും കേട്ടോ. പണ്ട് തറവാട്ടിലായിരുന്ന സമയത്ത് നീളത്തിലുള്ളൊരു പടിയായിരുന്നു. അതിന് 2 സൈഡും വേലിയിൽ നിറയെ മുല്ലപ്പൂവായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ നമ്മുടെ വീടിൻ്റെ സ്മെല്ല് തന്നെ ഈ മുല്ലപ്പൂവിൻ്റെ മണമായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ നാടിനെ ഓർക്കാൻ വേണ്ടി ചിലതുണ്ടാവില്ലേ, അതുപോലെയുള്ളതാണ് കേട്ടോ ഇത്. ഗോപാലേട്ടൻ്റെ കടയിലെ പരിപ്പ് വട, സ്റ്റാൻലി ഏട്ടൻ്റെ കടയിലെ സർബത്ത്, പിന്നെ നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന 1 രൂപയുടെയൊക്കെ ഐസ്. ടൗണിലോട്ട് എത്താൻ കുറേ സമയം എടുക്കുമെങ്കിലും നൈറ്റൊക്കെ പുറത്ത് പോകാനും ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ നാട് ഭയങ്കര സ്വർഗ്ഗമാണ് കേട്ടോ. ഭയങ്കര സമാധാനമാണ് അവിടെ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഓക്കെ, ബൈ.